കോഴിക്കോട് തിരുവമ്പാടിയിൽ ഓട്ടോ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ യാത്രക്കാരനെതിരെ കേസെടുത്തു. തിരുവമ്പാടി പാമ്പിഴഞ്ഞപ്പാറ സ്വദേശി ഷാഹുൽ ഹമീദിനെയാണ് യാത്രക്കാരൻ മർദ്ദിച്ചത്. ഇയാളെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഭാരതീയ നാഗരിക് സുരക്ഷാ നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് യാത്രക്കാരനെതിരെ കേസെടുത്തത്. CCTV കേന്ദ്രീകരിച്ചാണ് തിരുവമ്പാടി പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. തിരുവമ്പാടി ബസ് സ്റ്റാൻഡിലെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും കൂടരഞ്ഞിയിലേക്കെന്ന് പറഞ്ഞ് കയറിയ ആളാണ് മർദ്ദിച്ചതെന്നാണ് ഷാഹുൽ ഹമീദ് പരാതിയിൽ പറയുന്നത്. കൂടരഞ്ഞി എത്തിയപ്പോൾ യാത്രക്കാരൻ ഓട്ടോ തിരിച്ചുവിടാൻ ആവശ്യപ്പെടുകയായിരുന്നു. തിരിച്ചുവിട്ട ഓട്ടോറിക്ഷ കരിക്കുറ്റി ജംഗ്ഷനിൽ നിന്നും മാറി ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ യാത്രക്കാരൻ ഓട്ടോ നിർത്താൻ പറഞ്ഞു. യാത്രാക്കൂലി എത്രയാണെന്ന് ചോദിച്ചു. തുക പറഞ്ഞപ്പോൾ തനിക്ക് കൂലി തരാം എന്നു പറഞ്ഞ് പിറകിലിരുന്ന യാത്രക്കാരൻ ഡ്രൈവറുടെ കഴുത്തിന് പിടിക്കുകയായിരുന്നുവെന്ന് പരാതിയിൽ വ്യക്തമാക്കുന്നു. യാത്രക്കാരൻ പുറത്തേക്ക് വലിച്ചിട്ട് മർദ്ദിച്ചതായും ഷാഹുൽ ഹമീദ് പറയുന്നു. മിനിഞ്ഞാന്ന് രാത്രി ഒരു 10 മണി കഴിഞ്ഞപ്പോൾ തിരുവമ്പാടി നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് കൂടരഞ്ഞിയിലേക്ക് ഓട്ടം വിളിച്ച്. കൂടരഞ്ഞി എത്തിക്കഴിഞ്ഞ് ഇയാളെ ഞാൻ വിളിച്ച് വേണ്ടി വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല, വണ്ടിയിലിരുന്ന് ഉറങ്ങുക. അപ്പോൾ ഞാൻ അയാളെ തട്ടി വിളിച്ച് നിങ്ങൾ ഇറങ്ങാൻ പറഞ്ഞു. കൂടരഞ്ഞി എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ കൂടരഞ്ഞി എത്തിയെന്ന് പറഞ്ഞു. കുറച്ച് കൂടരഞ്ഞി എത്തിയോ ചോദിച്ചാൽ എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞ് വണ്ടി തിരിച്ചു വിടുമെന്ന് പറഞ്ഞു. സ്വാഭാവികം വണ്ടി തിരിച്ചു വിടുമ്പോൾ ചിലപ്പോൾ ഇറങ്ങേണ്ട സ്ഥലം കഴിഞ്ഞിട്ടാണല്ലോ അവർ തിരിച്ചു വിടാൻ പറയാം. അപ്പം ഞാൻ വഴിമേൽ വേറെ എവിടെയെങ്കിലും ഇറങ്ങാന്ന് വെച്ചാൽ അങ്ങനെ പോകുന്നു. അപ്പം കരിങ്കുറ്റി എത്തിക്കഴിഞ്ഞപ്പോൾ വണ്ടി നിർത്താൻ പറഞ്ഞു. എനിക്ക് ഇവിടെ മതി, എൻ്റെ പൈസ എത്ര ചോദിച്ചു. ഞാൻ പറഞ്ഞു 120 പറഞ്ഞു. അപ്പോൾ എൻ്റെ പൈസ ഞാൻ തരാൻ എനിക്കെന്ന് പറഞ്ഞിട്ട് അതിൽ ബാക്കിൽ നിന്ന് എന്നെ പിടിച്ചിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞതിലും പുറത്തുകൂടെ ഇറങ്ങി വന്നിട്ട് എന്നെ വലിച്ച് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇട്ട്. കയ്യിനെന്തായാലും ആ വീണയിൽ കയ്യിനെന്തോ പറ്റി. അവിടെ മെറ്റലാണ്, ആ മെറ്റലിട്ടിട്ട് എന്നെ അങ്ങോട്ടോട്ട് വലിച്ചതാക്കി. പിന്നെ വേറെ 2 യാത്രക്കാർ വന്നിട്ടാണ്, റോഡ് യാത്രക്കാരുണ്ടായിരുന്നു, അവർ വന്നപ്പോഴാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. ഷാഹുൽ ഹമീദിന്റെ കൈക്കും കാലുകൾക്കും മുഖത്തും പരിക്കേറ്റിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.